മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇട്ട ബോംബ് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ പൂസിപ്പോയി. പൂസിപ്പോയെന്ന് പറയുന്നതിന്റെ അർത്ഥം തെക്കോട്ട് അതെനിക്ക് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മാത്യു ടി തോമസിനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയായിരിക്കും ഇപ്പോൾ ഈ നനഞ്ഞ പടക്കം പൊട്ടിച്ചത്. ഇത്ര നാളായിട്ടും മാത്യു ടി കൃഷ്ണൻകുട്ടി മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. കൃഷ്ണൻകുട്ടിയുടെ കുടിപ്പകയാണ് ഈ നനഞ്ഞ പടക്കത്തിലൂടെ പുറത്തു വന്നത്. എന്നും എക്കാലത്തും മാത്യു ടിക്കെതിരായിരുന്നു കൃഷ്ണൻകുട്ടി. കൂടെ നിൽക്കും, കാര്യമൊക്കെ ശരിയാ. മറ്റുള്ളവർ കാണുമ്പോൾ രണ്ടുപേരും ഒന്ന്, ഒറ്റക്കെട്ട്. പക്ഷേ മനസ്സിൽ മുഴുവൻ കുടിപ്പകയാണ്. എന്നൊക്കെ മാത്യു ടി മന്ത്രിയായിട്ടുണ്ടോ അന്നൊക്കെ ഇതുപോലെ ഒളിയമ്പുകളും ഞാഞ്ഞൂലുകളെ വെച്ച് നനഞ്ഞ പടക്കവും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നേർക്ക് നേരെ നിന്ന് പോരാടാൻ ആംബിയർ ഉണ്ടായിരുന്നില്ല കൃഷ്ണൻകുട്ടിക്ക്. 2016 മാത്യു ടി മന്ത്രിയായിരുന്നപ്പോൾ എന്തൊരു അസ്വസ്ഥനായിരുന്നു കൃഷ്ണൻകുട്ടി എന്നറിയാമോ? അന്നൊക്കെ മാത്യു ടിയെ താഴെ ഇറക്കി പകരം മന്ത്രിയാകാൻ എന്തൊക്കെ നാറിയ കളി കളിച്ചുവെന്ന് കൂടെ നിന്നവർക്കേ അറിയത്തുള്ളൂ. ഒടുവിൽ JDSന്റെ സെക്രട്ടറി ജനറൽ ഡാനിഷ് അലിയെ സ്വാധീനിച്ച് 2.5 വർഷം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി മന്ത്രിയായി. എന്തെല്ലാം അഴിമതികൾ അന്നും ഇന്ന് വരെയും കൃഷ്ണൻകുട്ടി നടത്തിയിട്ടുണ്ടെന്ന് പാർട്ടിക്കാർ പറയും, അവർക്കറിയാം. പലർക്കും. ഇയാളുടെ വകുപ്പിലെ ഓരോ ഇടപാടുകളെ കുറിച്ച് നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അഴിമതിക്കാരനും സ്വജനപക്ഷക്കാരനുമായ കൃഷ്ണൻകുട്ടി ഇട്ട ബോംബ് അത് സാക്ഷ്യപ്പെടുത്തുന്നതും കൃഷ്ണൻകുട്ടിയുടെ ആളായ RS പ്രഭാതാണ്. കൃഷ്ണൻകുട്ടിയുടെ നനഞ്ഞ പടക്കം ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാനത് അതൊന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും വേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യു ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. പറയാം, മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റ് നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. 1 കൊല്ലം നമ്മളും 1 കൊല്ലം അവരുമാണ്. തമിഴ്നാട് 1 കൊല്ലം നമ്മൾ 1 കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു.
എന്താ കാരണം? അവിടെ 100-200 കോടി ഉറുപ്പിയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിനെ മുഴുവൻ കഴിക്കാൻ ആ കരാറുകാരനാണ് ഇവർ വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി ഉറുപ്പ് ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാ പറയാൻ പറ. അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. കമ്മിറ്റി ഇപ്പൊ നാനൂറ്റം പറഞ്ഞിട്ടല്ലേ വിളിക്കുള്ളൂ. ഇനി ഇതിന്റെ മറുപടി മാത്യു ടി പറയുന്നതൊന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഒരു നനഞ്ഞ ബോംബ് ഏറ്റവും അവസാന ദിവസം UDF എനിക്കെതിരെ എറിയാൻ ശ്രമിച്ചിരിക്കുകയാണ്. വളരെ രസകരമായി തോന്നി. കാരണം 2018 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരാക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2018 ശേഷം 2021 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതിരുന്ന ഒരു കാര്യം 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2019 2024 2020 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും ചർച്ച ചെയ്യാതെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് 2018 വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരു വേദി കിട്ടണം എന്ന് UDF ആഗ്രഹിച്ചു തന്നെ അവരുടെ വിഷയദാരിദ്ര്യമല്ലേ വെളിവാക്കുന്നത്. 2018 പ്രളയത്തിൻ്റെ പ്രധാന കാരണം അതിതീവ്ര മഴ ആണ് എന്ന് ജലവിഭവ വകുപ്പ് മാത്രമല്ല പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയായ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സാങ്കേതിക വൈദഗ്ധ്യത്തിൽ പേരുകെട്ട ചെന്നൈ IIT ഇവർ നടത്തിയ പഠനങ്ങൾ വളരെ വ്യക്തമായി തന്നെ അതിതീവ്ര മഴയാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അവിടെ അവസാനിച്ചില്ല. അന്ന് ചില UDF സുഹൃത്തുക്കൾ കോടതിയിൽ പോയി. കോടതി ഈ സാങ്കേതിക റിപ്പോർട്ടുകളടക്കം പരിശോധിച്ച് പരിഗണിച്ച് കോടതിയിൽ പോയ ആളുകളോട് അവിടെ ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. പിൻവലിച്ചില്ല. അതുകൊണ്ട് ഹർജി തള്ളിപ്പോയതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുന്നിടത്താണ് ഇപ്പോൾ ഈ വിഷയം ചർച്ചയാക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതുപോലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അത് 1924 99 വെള്ളപ്പൊക്കം എന്നാണ് പഴമക്കാർ ആ വെള്ളപ്പൊക്കത്തെപ്പറ്റി പറയുന്നത്. അന്ന് കേരളത്തിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അല്ലാതെ മറ്റൊരു ഡാമും ഉണ്ടായിരുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം അല്ലാതെ മറ്റൊരു ഡാമും ഇല്ലാതിരുന്ന കാലത്ത് 99 വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങിയ അതേ സ്ഥലങ്ങളിലാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നത് 2018 വെള്ളപ്പൊക്ക കാലത്ത് മനോരമ അവരുടെ 1924 പത്രം പ്രസിദ്ധീകരിച്ചതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ ആ പത്രം വെച്ച് സംസാരിച്ചതാണ്. നിയമസഭ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സമ്മേളനം ചേർന്നിരുന്നു. അത് 2018 ഓഗസ്റ്റ് മാസം 31 തീയതിയാണ്. അന്ന് നിയമസഭയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. നിയമസഭയിൽ ഞാൻ നടത്തിയ പ്രസംഗവും ഞാൻ രാജിവെച്ചതിന് ശേഷം പുതുതായി വന്ന മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി രേഖാമൂലം നൽകിയ മറുപടിയും തോട്ടപ്പള്ളി സ്പിൽവേ 2018 ജൂലൈ മാസം 16 തീയതി തന്നെ അതിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചു എന്നുള്ളതാണ്. നിയമസഭയിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവകാശ ലംഘനമടക്കമുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പുറത്ത് നടത്തുന്ന ലൂസ് ടോക്ക് പോലെയല്ല നിയമസഭയിൽ, പ്രത്യേകിച്ച് മന്ത്രിമാർ ഫയലുകൾ നോക്കി വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സത്യത്തെ എന്തോ അവർ ഭയക്കുന്നു. കള്ളപ്രചരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണ രീതി എന്നിടത്തേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. 2018 ഓഗസ്റ്റ് മാസം 15 തീയതി മുതലാണ് അതിതീവ്ര മഴയും അതിനെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് മാസം 15 തീയതിയാണ് മഴ തുടങ്ങിയതെങ്കിൽ
ജൂലൈ മാസം 16-ാം തീയതി തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരുന്നു എന്ന് നിയമസഭയിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. രേഖാമൂലം അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഷട്ടറും തുറന്നു വെച്ചിരുന്നു. അപ്പോൾ ഇത്തരം കൃത്രിമത്വങ്ങൾ ഈ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രവണതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കമ്പനിക്ക് കരിമണലിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ UDFിൻ്റെ ആക്ഷേപം. ആ കമ്പനിക്ക് കരിമണൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ജലവിഭവ വകുപ്പല്ല കരിമണൽ ഖനനത്തിന് ചുമതല കൊടുക്കുന്നത്, വ്യവസായ വകുപ്പാണ്. പക്ഷേ ആ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരിടത്തും യാതൊരു തരത്തിലുള്ള കരാറിലും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിദ്യാസമ്പന്നരായ തിരുവല്ലക്കാരെ മണ്ടന്മാരാക്കുന്ന രൂപത്തിലുള്ള തെറ്റായ വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കാനാണ് UDF ശ്രമിക്കുന്നത്. അവരുടെ പരാജയ ഭീതിയാണ് ഇത് വെളിവാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തിരുവല്ലയ്ക്ക് ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. മാന്യമായി മത്സരം നടത്തുക, ആ രാഷ്ട്രീയ സംസ്കാരത്തെ തച്ച് തകർക്കാനാണ് ഇപ്പോഴത്തെ UDFും അതുപോലെ തന്നെ BJPയും ശ്രമിക്കുന്നത്. തിരുവല്ലയുടെ ഉന്നതമായ സംസ്കാരം എക്കാലത്ത് ഉയർത്തിപ്പിടിച്ച വ്യക്തി എന്ന നിലയിൽ വളരെ മാന്യമായി ഇതിനോട് എന്നാൽ വസ്തുതാപരമായി പ്രതികരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളിതിനെ വിലയിരുത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മാത്യു ടിയെ തിരുവല്ലയിൽ തോൽപ്പിക്കുക പ്രയാസമാണ്. മൂപ്പരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ വോയിസ് ഇപ്പോൾ പുറത്തുവിട്ടത്. അത് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. കൃഷ്ണൻകുട്ടി ഇപ്പോൾ പാർട്ടിയിൽ മന്ത്രി മാത്രമാണ്, ഭാരവാഹിയല്ല. മന്ത്രിപ്പണി പോകുമ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റ് ആകണം. അതിനുള്ളൊരു വെടി പൊട്ടിച്ചതാണ്. അത് പൂസിപ്പോയതോടെ കൃഷ്ണൻകുട്ടി ഷെഡിൽ കയറി.